ഹായ് ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ലീവിൻ്റെ ഡിസൈനാണ് കാണിക്കുന്നത്. എങ്ങനെ ഈ കാണിച്ചേക്കുന്ന സ്ലീവ് ഡിസൈൻ എളുപ്പത്തിൽ ചെയ്തെടുക്കാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. വന്നിട്ട് മെയിനായിട്ടും ഇതിൽ യൂസ് ചെയ്തേക്കുന്ന മെറ്റീരിയൽസ് ബോൾ ചെയിനും സ്റ്റോൺ ചെയിനും പിന്നെ കുന്തൻ സ്റ്റോൺസ് ആണ്. സ്ക്വയർ ഷേപ്പിലും പിന്നെ ഒരു ഓവൽ ഷേപ്പിലും വരുന്ന കുന്തൻ സ്റ്റോൺസും കൂടി യൂസ് ചെയ്തിട്ടാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഷുഗർ ബീഡ്, 3mm ബീഡ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്തെടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ഇതുപോലത്തെ വീഡിയോസിന് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഫുള്ളായിട്ട് വീഡിയോ ഒന്ന് കാണട്ടോ. നമ്മളപ്പോൾ നോർമലി ചെയ്യാറുള്ള പോലെ തന്നെ സ്ലീവിൻ്റെ ഡിസൈൻ ചെയ്യുമ്പോൾ തേരുവശത്താണ് ആ ഡിസൈൻ വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചേക്കാണ്, എന്നിട്ടാണ് ഫ്രെയിം പിടിപ്പിച്ചേക്കുന്നത്. അല്ലെങ്കിൽ ഈ നമ്മൾ വർക്ക് ചെയ്യും തോറും ലൂസായിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ജെറി ത്രെഡ് വെച്ചിട്ടാണ് കേട്ടോ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ വർക്കിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ജെറി ത്രെഡ് വെച്ചിട്ട് ചെയിൻ സ്റ്റിച്ചാണ് ആദ്യം കൊടുക്കുന്നത്. 2 ലെയർ ചെയിൻ സ്റ്റിച്ച് കൊടുക്കും. അതിന് ശേഷം സിഗ്സാഗായിട്ട് ഈ ചെയിൻ സ്റ്റിച്ച് ചെയ്യുകയാണ്. മുന്നത്തെ വീഡിയോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഈ സെറി ത്രെഡ് വെച്ചിട്ട്. അപ്പം ഞാൻ തുളിപ്പിൻ്റെ നീഡിലാണ് യൂസ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരി വർക്ക് ചെയ്യുന്ന അയൺ നീഡിൽ വെച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഈ സെറി ത്രെഡ് കുറച്ച് കട്ടിയുള്ള കാരണം തന്നെ പെട്ടെന്ന് നമ്മുടെ നീഡിൽ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഈ സെറി ത്രെഡിന് ഡാമേജ് പെട്ടെന്ന് വരാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ തുളിപ്പിൻ്റെ നീഡിൽ വെച്ചിട്ടാണ് ഈ വർക്ക് നമ്മൾ ചെയ്തെടുക്കുന്നത്. സെറി ത്രെഡിൻ്റെ ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ സെക്കൻഡ് ലെയറും നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട്. ഇതിന് ശേഷം നമ്മൾ ഇതുപോലെ ഇതിൽ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട്, എല്ലാവർക്കും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. സിക്സാഗായിട്ട് സെയിം ചെയിൻ സ്റ്റിച്ച് തന്നെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമ്മൾ സിക്സാഗ് ഷേപ്പിലാണ് നമ്മൾ ഈ ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നത്. ചെയിൻ സ്റ്റിച്ച് തന്നെയാണ്, പക്ഷേ നമ്മൾ ആ സിക്സാഗ് രീതിക്ക് വരാൻ പാകത്തിനാണ് അത് കംപ്ലീറ്റ് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ആ ഒരു ഫൈനൽ ഔട്ട്പുട്ട് കിട്ടുക. ഇതിന് ശേഷം ബോൾ ചെയിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ ബോൾ ചെയിൻ അവിടെ ഫെവിക്രിൽ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ നോർമലി ഫെവിക്രിലിൻ്റെ പശയാണ് യൂസ് ചെയ്യുന്നത്. അത് കുറച്ച് നല്ല പശയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അത് വെച്ചിട്ടാണ് ചെയ്തെടുക്കാറ്. ഇപ്പോൾ 100 മീറ്ററിൻ്റെ ഒരു റോളാണ് ഈ ബോൾ ചെയിൻ വന്നിട്ട്. ഇപ്പോഴും ബാലൻസ് അത്യാവശ്യം നല്ല രീതിക്ക് ഉണ്ട്. എൻ്റെ ലാസ്റ്റ് ടൈം ഞാൻ ബ്രോഡ്വേയിൽ നിന്ന് പർച്ചേസ് ചെയ്തത് ചെയിൻ സ്റ്റോൺ ആയിരുന്നു. അത് 20 മീറ്ററിൻ്റെ ആയിരുന്നു. മിക്ക ബ്രൈഡൽ ബ്ലൗസിനും നമ്മൾ ചെയിൻ സ്റ്റോൺ യൂസ് ചെയ്യാറുണ്ട്. ബോൾ ചെയിൻ യൂസ് ചെയ്തില്ലെങ്കിലും ബോൾ ചെയിന് പകരം ഷുഗർ ബീഡ് യൂസ് ചെയ്ത് ചെയ്യാറുണ്ട്. ഇതിപ്പോൾ നമ്മൾ കുറച്ച് ബഡ്ജറ്റ് കുറയ്ക്കാനും കസ്റ്റമേഴ്സിന് കുറച്ച് റീസണബിളായിട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മൾ ഈ ബോൾ ചെയിൻ വെച്ച് ചെയ്യുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷുഗർ ബീഡ് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് ടൈം എടുക്കുമല്ലോ. ആ ടൈം കൺസ്യൂം ചെയ്യാനായിട്ട് നമ്മൾ ഈ ഒരു ബോൾ ചെയിൻ വെച്ചിട്ട് വർക്ക് പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് ചെയ്തെടുക്കാറുണ്ട്. അപ്പോൾ എന്തോരം വേണമെന്ന് കറക്റ്റ് ചെയ്ത് മാർക്ക് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ ഞാനിപ്പോൾ. അത് ഒരുപോലെ കട്ട് ചെയ്തിട്ട് നമ്മളത് പശ ഉപയോഗിച്ചിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. ഇത് കഴിഞ്ഞിട്ട് നമുക്കത് നോർമൽ നീഡിൽ വെച്ചിട്ടോ ആരി നീഡിൽ വെച്ചിട്ടോ നമുക്ക് ലോക്ക് സ്റ്റിച്ച് കൊടുക്കാവുന്നതാണ്. ഞാൻ അതിൽ ചെയ്തിട്ടില്ല, കാരണം ഇത് അത്യാവശ്യം ലാസ്റ്റ് ചെയ്യും. പശ നന്നായിട്ട് ഇട്ട് കൊടുത്താൽ മതി. നോർമലി നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുകയാണെങ്കിൽ നമ്മളവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. ഞാൻ ഈ ഒരു വർക്കിൽ അത് ചെയ്തിട്ടില്ല. നോർമലി ഞാൻ ചെയ്യാറില്ല കേട്ടോ. എനിക്കത് അത്യാവശ്യം ഫിക്സ് ആയിട്ട് ഇരിക്കണമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇതുവരെയായിട്ട് ഇളകി പോരുന്ന ഒരു കംപ്ലയിൻറ്റ് ആരും പറഞ്ഞു കേട്ടിട്ടില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് സ്റ്റിച്ച് ചെയ്തും കൂടി കൊടുക്കാം. ഈ പശ ആഡ് ചെയ്യുന്നത് കൂടാണ്ട് ബോൾ ചെയിനും സ്റ്റോൺ ചെയിനും പിന്നെയും ബോൾ ചെയിനും വെച്ചിട്ടാണ് നമ്മൾ ആ സ്ലീവിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ.
ലെയർ വെച്ചതിന് ശേഷം നമ്മൾ ഷുഗർ ബീഡിൻ്റെ വർക്കാണ് ചെയ്യുന്നത്. A-Star ബ്രാൻഡാണ് നമ്മൾ ഷുഗർ ബീഡിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അത് ഒരു ലെയർ കൊടുത്തതിന് ശേഷം നമ്മൾ ഷുഗർ ബീഡ് 3mm ബീഡ് വെച്ചിട്ടാണ് നെക്സ്റ്റ് ലെയർ കൊടുക്കുന്നത്. നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടാലാണ് നമുക്ക് എങ്ങനെയാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്തെടുത്തേക്കുന്നതെന്ന് മനസ്സിലാവുള്ളൂ. ഞാൻ ഈ വച്ചേക്കണ പൊസിഷൻ കറക്റ്റായിട്ട് ക്ലിയർ ആവുന്നുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയാണ് 3mm ബീഡും ഷുഗർ ബീഡും മാറ്റി മാറ്റി കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഒരു ലെയറും കൂടി ഷുഗർ ബീഡ് കൊടുത്തിട്ട് നമ്മളവിടെ കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ഷുഗർ ബീഡും. പിന്നെ അതിനുശേഷം സെക്കൻഡ് ലെയർ വന്നിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് 3mm ഷുഗർ ബീഡും കൂടി വെച്ചിട്ട് കൊടുക്കുന്നത്. ഇനി അടുത്ത ലെയർ ഷുഗർ ബീഡ് തന്നെയായിട്ടാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിങ്ങനെയാണ് ആ വർക്ക് നമ്മൾ ചെയ്തെടുക്കുന്നത്. എല്ലാവരും ഫുള്ളായിട്ടൊന്ന് കാണണേ. കണ്ടാൽ മാത്രമാണ് നമുക്ക് വ്യക്തമായിട്ടത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഫുൾ വീഡിയോ കാണണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് കുന്തൻ സ്റ്റോൺ ആണ് യൂസ് ചെയ്യുന്നത്. കുന്തൻ സ്റ്റോണിൻ്റെ ഷേപ്പ് വന്നിട്ട് സ്ക്വയർ ആയിട്ടാണ്. അത്യാവശ്യം വലിപ്പമുള്ള കുന്തൻ സ്റ്റോൺ ആണ് കേട്ടോ. തീരെ ചെറിയ കുന്തൻ സ്റ്റോൺ അല്ല. അത് ഗോൾഡൻ ഷെയ്ഡിലുള്ള കുന്തൻ സ്റ്റോൺ. അതായത് അതിൻ്റെ കല്ലിൻ്റെ കളർ വന്നിട്ട് ഗോൾഡാണ്. നോർമലി നമുക്ക് ഗോൾഡും കിട്ടും, സിൽവർ മീൻസ് വൈറ്റ് ഷെയ്ഡിലുള്ളതും കിട്ടും. ഞാൻ ഇതിൽ ഗോൾഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതൊരു 10-15 എണ്ണം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഫുള്ളായിട്ട്. അപ്പോൾ കുറച്ച് ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ ആ കുന്തൻ സ്റ്റോൺ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഫെവിക്രിൽ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പശയായിട്ട് അത് ഒട്ടിക്കാനായിട്ട്. കുന്തൻ സ്റ്റോൺ നമ്മൾ ഗ്രാം വൈസാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. എന്തോ 100 ഗ്രാം 50 ഗ്രാമൊക്കെ ആയിട്ടാണെന്ന് തോന്നുന്നു എൻ്റെ ഓർമ്മ. അത് കുറച്ചായി ഞാനത് വാങ്ങിച്ച് വെച്ചിട്ട്. ലാസ്റ്റ് ടൈം പോയപ്പോൾ അതിന് മുന്നായിട്ട് എന്തോ വാങ്ങിച്ച് വെച്ചതാണ്. അപ്പോൾ കുറച്ച് നാളുകളായതുകൊണ്ട് റേറ്റ് എനിക്ക് കറക്റ്റ് ഓർമ്മയിലില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഗ്യാപ്പുകളിലൊക്കെ നമ്മൾ ഷുഗർ ബീഡ് വെച്ചിട്ട് ഫില്ല് ചെയ്യുന്നുണ്ട്. നമ്മളൊരു 7 ബീഡ്സ് വെച്ചിട്ടാണ് കേട്ടോ ആ ഒരു ഹൈറ്റ് ഒപ്പിക്കാൻ പാകത്തിന് ചെയ്തെടുത്തേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് 3mm ബീഡ് വെച്ചിട്ട് നമ്മളൊരു ലൈൻ കൊടുത്തേക്കാണ് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് പിന്നെയും സ്റ്റോൺ ചെയിനാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഈ സ്റ്റോൺ ചെയിൻ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്തത് പിന്നെയും 3mm ബീഡാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ റിസൾട്ട് വന്നിട്ട് കാണാനായിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കുന്തൻ സ്റ്റോണിൻ്റെ തന്നെ ഓവൽ ഷേപ്പാണ്. അതൊരു ചെറിയ ഒത്തിരി വലുപ്പമില്ലാത്തൊരു ഇതാണ് വരുന്നത്. ഒത്തിരി സൈസ് ഇല്ലാത്ത കുന്തൻ സ്റ്റോണാണ് നമ്മൾ ആ ഒരു ഷേപ്പിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മളൊരു ചെരിച്ചിട്ട് 2 ലെയർ ഇങ്ങനെ വരാൻ പാകത്തിന് ആ ഒരു ഡിസൈൻ വരാൻ പാകത്തിനാണ് നമ്മൾ ആ ഒരു കുന്തൻ സ്റ്റോൺ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. അത് അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് കുന്തൻ സ്റ്റോൺ ഉണ്ടെങ്കിലാണ് ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റുക. നമുക്ക് കാണുമ്പോൾ വർക്ക് കുറച്ച് സിമ്പിളായിട്ട് തോന്നുമെങ്കിലും അതിൽ അത്യാവശ്യം മെറ്റീരിയൽസ് കയറുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഹാൻഡ് വർക്ക് കുറച്ച് കോസ്റ്റ്ലി ആയിട്ട് തോന്നുന്നത്. മിക്കയിടത്തും നമ്മൾ ചോദിക്കുമ്പോൾ റേറ്റ് കൂടുതൽ പറയുന്നത് ഈ മെറ്റീരിയൽ കോസ്റ്റ് കൊണ്ടാണ് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വർക്ക് ചെറിയൊരു വർക്ക് ഒരു 1500 രൂപയുടെ വർക്ക് ചെയ്യുകയാണെങ്കിൽ പോലും അതിൽ നമുക്ക് അത്യാവശ്യം ഒരു 300 തൊട്ട് 500 രൂപയുടെ വരെ മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും. നമ്മളിങ്ങനെ ബൾക്കായിട്ട് വാങ്ങിച്ച് എടുത്തു പോയി ബീഡ്സൊക്കെ നമ്മൾ പാക്കറ്റ്സ് വലിയ 450 ഗ്രാമിൻ്റെ പാക്കറ്റ്സ് ആയാലും നമ്മളങ്ങനെ അറിയില്ല. അല്ലാത്തപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഷോപ്പിൽ ആ ഒരു ഓരോ വർക്ക് വരുമ്പോഴും വാങ്ങിച്ചുകൊണ്ടിരിക്കുമല്ലോ. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് അതിൻ്റെയൊക്കെ റേറ്റ് കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ആ ഒരു വർക്ക് ഫിനിഷ് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ ഈ സ്റ്റിക്ക് ചെയ്തതിനൊപ്പം തന്നെ നമ്മൾ 3mm ബീഡ് ഗ്യാപ്പ് ഇട്ട് തുന്നി കൊടുത്തിട്ടുണ്ട്. അത് നോർമൽ സൂചിയിലാണ് തുന്നി കൊടുത്തേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് ലെയർ കൊടുക്കുന്നത് സെയിം തന്നെ റിപ്പീറ്റായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ നമ്മൾ കുന്തൻ സ്റ്റോൺ തന്നെ ആ ഒരു ചെരിച്ച് നമ്മൾ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ആ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്തിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ വർക്ക് ഒരുവിധം ചെയ്തെടുത്തിട്ടുള്ളത്. പെട്ടെന്ന് അത്യാവശ്യം ഒരു 2 ഡേയ്സ് കൊണ്ട് നമ്മൾ ഈ ഒരു വർക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്താൽ പറ്റും. നോർമൽ ആരി നീഡിൽ തന്നെ ചെയ്യണമെന്നില്ല. നോർമൽ സൂചിയിലും നമുക്ക് അത്യാവശ്യം നല്ല ഫിനിഷിങ്ങിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഈ വർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മുടെ ചാനൽ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഇതുപോലെ ഹാൻഡ് വർക്കൊക്കെ ഇഷ്ടമുള്ളവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.